ആ സുധാരാ, എടോ ഞാനവിടെ ബിജുവാ. എന്താ വിജയോ? പിന്നെ ആറാമത് മാത്രം തേപ്പിന്റെ പണിയൊന്ന് തീർത്തു കൊടുക്കാണ്ട്. ജിമ്പാടെ വരികയാണെങ്കിലും നമുക്ക് അന്ന് തീർക്കേനി. തേപ്പിന്റെ പണിക്കോ? എന്റെ പട്ടി വരും തേപ്പിന്റെ പണിക്ക്. എന്നോട് ഞാൻ പറഞ്ഞില്ലേ പണിക്ക് വിളിച്ചിരുന്നേ. ഞാൻ വെച്ച പോണേ. ഇല്ലേ എന്നാ കേട്ടെ. ആരാ നിങ്ങളെ വിളിച്ചേ? എന്തോ പട്ടീന്റെ കാര്യമൊക്കെ പറയുന്നേട്ട്. എടോ അത് നമ്മുടെ വിജു ആടോ, പട്ടിശല്യം കുടിക്കുന്ന പോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞതാ. ഈ പോകുമ്പളേ ശ്രദ്ധിച്ചു പോണേ. ഓ, എന്തൊരു ശ്രദ്ധ എന്റെ കാര്യത്തില്. എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾക്കൊന്ന് പണിക്ക് പോയിക്കൂടെ? മഴക്കാലല്ലേ, പണിയൊന്നും ഇല്ല, ഞാൻ എന്ത് ചെയ്യാനാ? പറച്ചിൽ കേട്ടാ തോന്നുന്നു ഇയാള് വേനൽക്കാലത്ത് എന്തോ ഉണ്ടാക്കിയെന്ന്. ഞാൻ പോയി വരാം. പിന്നെ ചോറും കറിയൊക്കെ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, അതെങ്കിലും നടക്കട്ടെ. ആ രമേശേ അടങ്ങി ഒറ്റ മിനിറ്റ്. ആ എന്തേ ബിജു, എന്തേ? ബസ് വരാനായിണ്ട്. ഇന്നലെ സുധാകരനെ എന്തൊരു മടിയുണ്ട് രമേശിയെ. ഇന്ന് രാവിലെ ആരാമ്പത്തെ ഒരു പണി ഉണ്ടായിട്ട് ഞാൻ തേപ്പിനെ വിളിച്ചപ്പോ മൂപ്പര് ഇന്നെ വേറെ ഒന്നും പറഞ്ഞില്ലാന്നേ ഉള്ളൂ. പട്ടിശല്യം ഉണ്ട് പറഞ്ഞിട്ട് ഈ വിളിച്ചിങ്ങനാണല്ലോ മൂപ്പര് എന്നോട് പറഞ്ഞത്. മൂപ്പര് കളമോ എന്താക്കിയ രമേശിയെ, നിങ്ങൾ ഇങ്ങനെ എന്നും തിന്നാൻ കൊണ്ട് കൊടുക്കുന്നതിനെ കൊണ്ട മൂപ്പർക്ക് ഇത്ര മടി. അതൊക്കെ ഈ രമേശിക്ക് മനസ്സിലായിണ്ട് ബിജു. അതിനുള്ള പണി ഞാൻ അവിടെ കൊടുത്തിട്ടാ പോകുന്നത്. അയ്യോ, ഫോണിൽ കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഓടി വരുമ്പത്തേ ചോറൊക്കെ തിന്നോരോ ഒക്കെ വന്നിട്ടെ. ഓ, ഒരു തുള്ളി വെള്ളം കൂടി കൊണ്ടുവച്ചില്ല.